അപ്പോൾ ഇനി നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു E2 - E1 = hν എന്ന ഇക്വേഷൻ. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമ്മൾ എങ്ങനെ ചെയ്യാമെന്നറിയോ? നോക്കിക്കോട്ടോ. നമ്മൾ ഓരോ വാല്യൂകൾ നമുക്കറിയാം. ആ വാല്യൂകളുടെ പോസിറ്റീവ് വാല്യൂകൾ പഠിച്ചു വെക്കുക. 13.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ് അടുത്തത്. 1.5 0.85 ഇലക്ട്രോൺ വോൾട്ട്, അതേപോലെ തന്നെ 0.54 ഇലക്ട്രോൺ വോൾട്ട്. ഇനി നോക്കിയാൽ ഞാൻ ഇത് ഒന്നാമത്തെ ഓർബിറ്റ് ആണല്ലോ. 1 2 3 4 5. 1-ൽ നിന്ന് 2-ലേക്ക് പോയാൽ 1-ന്ന് 2-ക്ക് എന്ന് പറഞ്ഞാൽ മുകൾക്കാണോ താഴോട്ടാണോ പോയത്? മുകളിലോട്ട് എക്സൈറ്റ് ചെയ്തു. മുകളിലോട്ട് പോയാൽ എനർജി അബ്സോർബ് ചെയ്യോ അതോ എമിറ്റ് ചെയ്യോ? അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ് ചെയ്യേണ്ട എനർജി ഇത് മൈനസ് ഇതായിരിക്കും. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്യുക. അതെത്രയാ? 13.4 മൈനസ് 13.6 മൈനസ് 3.4 അതെത്രയാ? 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എത്രയാ? 10.2 ഇലക്ട്രോൺ വോൾട്ട്. അതാണ് മേലെ എഴുതിയ ഇക്വേഷൻ. അപ്പോൾ 10.2 ഇലക്ട്രോൺ വോൾട്ട് E2 - E1 അതാണ് hν. 10.2 ഇലക്ട്രോൺ വോൾട്ട് അബ്സോർബ് ചെയ്തിട്ടാണ് അത് മുകളിലോട്ട് പോവുക. അല്ലെങ്കിൽ ചോദ്യം നോക്കിയാൽ 2-ൽ നിന്ന് 1-ലേക്ക് വരും, മുകളിൽ നിന്ന് താഴോട്ട് ചാടും. അപ്പൊ റേഡിയേഷൻ എമിറ്റ് ചെയ്യുക. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ എനർജി വീണ്ടും 10.2 ആണ്. അപ്പൊ ഈ രണ്ട് 10.2 ഇലക്ട്രോൺ വോൾട്ടുകളുടെ ഡിഫറൻസ് എന്താ? ഇത് അബ്സോർബ് ചെയ്തു, ഇത് എമിറ്റ് ചെയ്തു. 1-ന്ന് 2-ക്ക് പോയപ്പോൾ അബ്സോർബ് ചെയ്യണം, 2-ന്ന് 1-ക്ക് ചാടിയപ്പോൾ എമിറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും ഈ ഇക്വേഷൻ്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ വേറൊന്ന് പറയാണ്. നോക്കിയാൽ 1-ന്ന് 2-ക്കല്ല പോയത്, 1-ന്ന് 3-ക്കാണ് പോയത് എന്ന് കരുതുക. അപ്പൊ അബ്സോർബ് ചെയ്യോ എമിറ്റ് ചെയ്യോ? അബ്സോർബ് ചെയ്യും. എത്ര? ഈ രണ്ട് വാല്യൂവിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. അപ്പൊ നോക്കിയാൽ 13.6 മൈനസ് 1.5 എത്രയാ വരിക? നമുക്ക് 12.1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും അല്ലേ? 12.1 ഇലക്ട്രോൺ വോൾട്ട് അബ്സോർബ് ചെയ്തിട്ട് അത് മുകളിലോട്ട് പോകും. എവിടുന്ന്? 1-ന്ന് 3-ലേക്ക് പോകും. ഇനി നോക്കിയാൽ ഇത് 3-ൽ നിന്ന് താഴെ നിന്ന് അത് 1-ലേക്ക് വരാം. അപ്പൊ എമിറ്റ് ചെയ്യും. എത്ര എമിറ്റ് ചെയ്യും? 12.1 ഇലക്ട്രോൺ വോൾട്ട് എമിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതും പറയാലോ. ഇത് രണ്ടെണ്ണം മൈനസ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളോട് എങ്ങനെയാ മൈനസ് ചെയ്യാൻ പറഞ്ഞേ? ആ രണ്ട് വാല്യൂ എടുക്കുക, അതിൽ വലുത് മൈനസ് ചെറുത് ചെയ്യുക എന്നാണ് പറഞ്ഞത്. ആ ഇക്വേഷൻ വൈസ് ചെയ്യുമ്പോൾ നോക്കിക്കോട്ടോ. ആദ്യം നോക്കിയാ 1-ൽ നിന്ന് 2-ലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇതാണ് ഫൈനൽ, ഇതാണ് ഇനീഷ്യൽ. ആ എനർജി എങ്ങനെയാ കാണുക? ഈ ഫൈനൽ മൈനസ് ഈ ഇനീഷ്യൽ. അതാണ് E2 - E1 എന്ന് പറഞ്ഞാൽ അർത്ഥം. ഈ ഫൈനൽ മൈനസ് ഈ ഇനീഷ്യൽ. എത്രയാ ഫൈനല്? ഫൈനൽ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് വാല്യൂ ഇട്ട് കൊടുക്കണം. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ സൈനോട് കൂടെ കൊടുക്കുക. ഫൈനൽ രണ്ടാമത്തെ ഓർബിറ്റിൻ്റെത് മൈനസ് 3.4 ആണ്. മൈനസ് ഇനീഷ്യൽ എത്രയാ? മൈനസ് 13.6 ആണ്. ഈക്വൽ ടു പ്ലസ് മൈനസ് വരുമ്പോൾ അവസാനം പോസിറ്റീവ് 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ് കിട്ടുക. പോസിറ്റീവ് കിട്ടിയാൽ അർത്ഥം അതിനെ അബ്സോർബ് ചെയ്യണം എന്നാണ്. അത്രയും നിങ്ങൾ കൊടുക്കണം, സപ്ലൈ ചെയ്യണം. ഇനി ഇത് നേരെ തിരിച്ച് 2-ൽ നിന്ന് 1-ലേക്ക് മുകളിൽ നിന്ന് താഴോട്ട് ചാടി എന്നാണെന്ന് കരുതുക. ഇതാണ് ആര്? ഫൈനൽ. ഇതാണ് ആര്? ഇനീഷ്യൽ. അങ്ങനെയാണെങ്കിൽ നോക്കിയാ നമ്മൾ ഈ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഈ ഫൈനൽ
മൈനസ് ഈ ഇനീഷ്യലാണ്. ഈ ഫൈനൽ മൈനസ് ഈ ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ആരാ? മൈനസ് 13.6 മൈനസ് മൈനസ് 3.4 ഈക്വൽ ടു ആൻസർ കിട്ടുക മൈനസ് 10.2 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. ആ മൈനസിൻ്റെ അർത്ഥം അത്രയും എനർജി റിലീസ് ചെയ്തു അല്ലെങ്കിൽ എമിറ്റ് ചെയ്തു എന്ന അർത്ഥം. അപ്പോൾ ആ ഇക്വേഷനിൽ കൊടുക്കാത്ത നമുക്കിത് പറയാം. അതെങ്ങനെയാ പറയുക? അപ്പോൾ അവിടെ ഫൈനൽ ഏതാ ഇനീഷ്യൽ ഏതാന്നൊന്നും അറിയണ്ട, നോക്കിക്കട്ടോ. ഞാൻ പറയുകയാണ് 1-ൽ നിന്ന് 2-ലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഡിഫറൻസ് കാണുക. ആ ഡിഫറൻസ് പ്ലസും മൈനസും ഒന്നും ഇല്ലാതെ ജസ്റ്റ് വലുതെന്ന് ചെറുത് കുറക്കുക. ആ ആൻസർ എത്രയാണ് കിട്ടുക? അത് 10.2 ഇലക്ട്രോൺ വോൾട്ടാണ്. ഇതിൻ്റെ കൂടെ എഴുതേണ്ടത് 1-ൽ നിന്ന് 2-ലേക്കാണെങ്കിൽ മുകൾക്കല്ലേ 10.2 ഇലക്ട്രോൺ വോൾട്ട് എനർജി ഈസ് അബ്സോർബ്ഡ്. ഇതാണ് നമ്മൾ കൊടുക്കേണ്ടത്. മനസ്സിലായോ? മുകൾക്കാണെങ്കിൽ അബ്സോർബ്ഡ്. ഇനി നോക്കി ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതുക. 4-ൽ നിന്ന് 3-ലോട്ട് വന്നു. താഴോട്ടാണോ? ആണ്. അപ്പോൾ നമ്മൾ 3-യുടെ എനർജി കാണണം. അത് എത്രയാ? 1.5 ആണ്. 4-ൻ്റെ എത്രയാ? 0.85 ആണ്. അപ്പോൾ 0.85 ആവുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് വരുന്നത് എത്രയാ? 0.65 അല്ലേ വരിക? ആണ്. അപ്പോൾ നമ്മുടെ എനർജി വരുന്നത് 0.65 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അത്രയും എനർജി 4-ൽ നിന്ന് 3-ലേക്ക് വരുമ്പോൾ താഴോട്ടാ വന്നത്. എനർജി ഈസ് റിലീസ്ഡ് അല്ലെങ്കിൽ എമിറ്റഡ്. ഇങ്ങനെ ചെയ്താൽ മതി. ഇതാണ് എനർജികളുടെ ഡിഫറൻസ് കാണാനുള്ള വഴി. അപ്പോൾ നമ്മൾ എനർജികളുടെ ഓരോന്നിൻ്റെയും 1, 2, 3, 4, 5ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലുള്ള ഉപകാരം ഇതാണ്. അപ്പോൾ നമുക്ക് എനർജികളുടേത് കിട്ടി. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ആ റേഡിയേഷൻസിൻ്റെ വേവ് ലെങ്ത് അതേപോലെ ഫ്രീക്വൻസി ഇത് രണ്ടെണ്ണം കാണാൻ പറയും. അപ്പോഴും സിമ്പിളാണ്. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കാണാൻ പറയുമ്പോൾ അതിൽ ആദ്യം നമ്മൾ ഫ്രീക്വൻസിയാണ് കാണുന്നതെന്ന് കരുതുക. ആരാണ്? ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻസ് എമിറ്റഡ് ആണ് കാണേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എനർജി കാണാൻ അറിയോ? അറിയാം. അതിന് ഫ്രീക്വൻസി കിട്ടാൻ വളരെ സിമ്പിളാണ്. ഈക്വൽ ടു h കൊടുത്താൽ മതി. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ നോക്കിക്കോട്ടോ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 1-ൽ നിന്ന് 2-ലേക്ക് പോയി. അബ്സോർബ് ചെയ്യോ എമിറ്റ് ചെയ്യോ? അബ്സോർബ് ചെയ്യും. എത്രയാ അബ്സോർബ് ചെയ്യുക? 1 എന്ന് പറഞ്ഞാൽ 13.6 ആണ്. 2 എന്ന് പറഞ്ഞാൽ 3.4 ആണ്. ഡിഫറൻസ് വരുന്നത് 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അത് ഈക്വൽ ടു ഇതാണ് എനർജി. ഇത്രയും എനർജി ആണ് കൊടുക്കേണ്ടി വന്നത്. ഈക്വൽ ടു h ന്യൂ എന്ന് കാണുക. ഈക്വൽ ടു ആരാ? h ന്യൂ. ആ h ന്യൂവിൽ നിന്ന് ന്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതിനാദ്യം ഹേർട്സിൽ നമുക്ക് ആൻസർ പറയണം. അപ്പം ഇതിനെ ജൂളിലാക്കണം. എങ്ങനെയാ ജൂളിലാക്കുക? 10.2 ഇലക്ട്രോൺ വോൾട്ടിനെ മാറ്റാൻ നമ്മൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോണിൻ്റെ ചാർജ് ആലോചിച്ചാൽ മതി എന്ന്. എന്തായിരുന്നു അത്? 1.6 × 10⁻⁻19 ജൂളാണ്. അപ്പോൾ നമ്മൾ SI യൂണിറ്റിലാക്കി. എന്നിട്ട് എച്ചിൻ്റെ വാല്യൂ എത്രയാ? 6.625 × 10⁻34 ജൂൾ സെക്കൻഡ് ഇൻറ്റു ന്യൂ. ഇവിടുന്ന് ന്യൂ കിട്ടൂലേ? അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ആളുകളുടെ എനർജി കിട്ടിയാൽ 1-ൽ നിന്ന് 1-ലോട്ട് പോകുമ്പോഴുള്ള എനർജി ചേഞ്ച് കിട്ടും. ആ എനർജി ചേഞ്ച് കിട്ടിയാൽ ആ റേഡിയേഷൻ്റെ എന്ത് കിട്ടും? ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? nth ഓർബിറ്റിലെ ആറ്റത്തിൻ്റെ റേഡിയസ്, nth ഓർബിറ്റിലെ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി, ആ ഇലക്ട്രോണിൻ്റെ എനർജി, ആ ഇലക്ട്രോണിൻ്റെ എനർജി ചേഞ്ച്, ആ എനർജി ചേഞ്ചിൻ്റെ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി. ഇത്രയും എത്തി നിൽക്കുകയാണ്. ഇനി നോക്കൂ, നമുക്ക് വേവ് ലെങ്ത് കാണണം. ആരെ വേവ് ലെങ്ത്? ഇങ്ങനെ ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് വരുമ്പോൾ ഒരു എനർജി ചേഞ്ച് ഇല്ലേ?
ആ എനർജി ഒരു റേഡിയേഷനുമായി ബന്ധപ്പെട്ടതാണ്. ആ റേഡിയേഷൻ്റെ വെലോസിറ്റി കാണണം. വെലോസിറ്റി അല്ല, വേവ് ലെങ്ത് കാണണം. എന്തായിരുന്നു നമ്മൾ ഇക്വേഷൻ? E2 മൈനസ് E1 ഈക്വൽ ടു എച്ച് ന്യൂ. പക്ഷേ നമുക്കറിയാലോ HC ബൈ ലാംഡ എന്ന ഇക്വേഷൻ. HC ബൈ ലാംഡ, ഇതിൽ നിന്ന് ലാംഡ ഉണ്ടാക്കി എടുക്കാൻ പറ്റൂലേ? ഈ ലാംഡയുടെ ഇക്വേഷൻ അവസാനം എത്തിപ്പെടുന്ന ഇക്വേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ ഇക്വേഷൻ വേണമെങ്കിൽ പഠിച്ചോളൂ കേട്ടോ. അത് പഠിക്കൽ നിർബന്ധമാണ്. അതിനെ നമ്മൾ വിളിക്കും റിഡ്ബർഗ് ഫോർമുല. എന്താ വിളിക്കുക? റിഡ്ബർഗ് ഫോർമുല. റിഡ്ബർഗ് ഫോർമുല ലാംഡ കാണാനല്ല ഇക്വേഷൻ പറയുന്നത്, 1 ലാംഡയാണ്. അപ്പൊ നമുക്ക് ലാംഡ ഉണ്ടാക്കി എടുക്കാമല്ലോ. ആരെ 1 ലാംഡ? ന്യൂ ബാർ ആണ് വേവ് നമ്പർ. ആ 1 ലാംഡ കാണാനുള്ള ഇക്വേഷൻ ഒരുപാട് കോൺസ്റ്റന്റുകൾ വരും. ആ കോൺസ്റ്റന്റുകളെ ഒക്കെ നമ്മൾ മാറ്റിയിട്ട് ഒന്നാക്കി വിളിക്കും. ആ കോൺസ്റ്റന്റ് ആണ് RH, റിഡ്ബർഗ് കോൺസ്റ്റന്റ്. ആരാണ്? റിഡ്ബർഗ് കോൺസ്റ്റന്റ്. 1 ലാംഡ ഈക്വൽ ടു RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. 1 ലാംഡ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഞാനിവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വെച്ചത് കണ്ടോ? അത് ഹൈഡ്രജൻ ആവുമ്പോഴാണ് ഇങ്ങനെ. ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇവിടെ ഒരു Z സ്ക്വയർ ഉണ്ടാവും. അപ്പൊ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന് അവിടെ എന്തുണ്ടാവും? Z സ്ക്വയർ ഉണ്ടാവും. അപ്പൊ 1 ലാംഡന്റെ ഇക്വേഷൻ എന്താണ്? RH ഇൻറ്റു Z സ്ക്വയർ ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഇതില് ആരാണ് n1, n2, Z, RH ഒക്കെ പറയണം നമുക്ക്. നോക്കിക്കോട്ടോ. RH എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ 109677 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. RHന്റെ വാല്യൂ എത്രയാ? 109677 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അല്ലെങ്കിൽ നോക്കിയാ, ഇത് നമുക്ക് മീറ്റർ ഇൻവേഴ്സിൽ കൊടുക്കാം. ഈ സെന്റി എന്നുള്ളത് മാറ്റിയാൽ എത്രയാ? 10⁻². അതിനൊരു -1 വരും. അപ്പോൾ അവിടെ +10⁻² എന്നാവും. അപ്പോൾ 109677 മീറ്റർ ഇൻവേഴ്സ്. ഞാനത് പഠിക്കാൻ വേണ്ടി അങ്ങനെ പറയലെന്നേ ഉള്ളൂ. ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ വേണമെങ്കിൽ നോക്കിയാ 1 2 3 4 5 6 7 അപ്രോക്സിമേറ്റ്ലി 10⁻⁷ മീറ്റർ ഇൻവേഴ്സ് എന്ന് എഴുതാം. അപ്പൊ ഈ വാല്യൂ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. 10⁻⁷ മീറ്റർ ഇൻവേഴ്സ്. മീറ്റർ ഇൻവേഴ്സിലാവുമ്പോഴാണ് എന്ത് SI യൂണിറ്റിൽ വരുള്ളൂ. അത് ഓർത്ത് വെക്കണം. അപ്പൊ ഈ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ എക്സാക്ട് വാല്യൂ വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ 10⁻⁷ മീറ്റർ ഇൻവേഴ്സിൽ വെച്ച് ചെയ്താൽ പെട്ടെന്ന് അപ്രോക്സിമേറ്റ് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് RH-ന്റെ വാല്യൂ കിട്ടി. അതൊരു കോൺസ്റ്റന്റ് ആണ്. എന്താണ് അതിൻ്റെ പേര്? റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്നാണ്. എന്താ ഈ Z എന്ന് പറഞ്ഞാൽ? ആറ്റമിക് നമ്പർ ആണ്. He+ന് 2 കൊടുക്കണം, Li2+ന് 3 കൊടുക്കണം. അപ്പോൾ ഏതാണോ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് വരുന്നത് അതിൻ്റെ Z കൊടുക്കണം അവിടെ. ഇനി നമുക്ക് n1 അറിയണം, n2 അറിയണം. n1ഉം n2 എന്ന് പറയുന്ന ആളുകൾ നോക്കിക്കോട്ടാ. n1 എന്ന് പറയുന്ന ആള് ഏത് ഓർബിറ്റിലേക്കാണോ അവസാനമായി വന്ന് പതിച്ചത്, ആ വന്ന് പതിച്ചതാണ് ആര്? n1 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? n1 എന്ന് പറയുന്നത് എവിടേക്കാണോ വന്ന് പതിച്ചത് അതാണ് നമ്മൾ n1 എന്ന് പറഞ്ഞാൽ എവിടുന്നാണോ വന്നത് അതാണ് n1. എവിടേക്കാണോ വന്നത് അതാണ് ആര്? n2 വരിക. ഓർത്ത് വെക്കുക. എവിടുന്നാണോ വന്നത് അതാണ് ആര്? n1. എവിടേക്കാണോ വന്നത് അതാണ് ആര്? n2.
അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ നിങ്ങൾ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം നമ്മൾ ഒരു റേഡിയേഷൻ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ 2-ൽ നിന്ന് 1-ലേക്ക് ചാടി താഴോട്ട്, 2-ൽ നിന്ന് 1-ലേക്ക് ചാടിയാൽ എവിടേക്കാണോ വന്നത് ആ വന്നതാണ് ആര്? N1. എവിടെ നിന്നാണോ വന്നത് അതാണ് ആര്? N2. നോക്കൂ, 3-ാമത്തെ ഓർബിറ്റിൽ നിന്ന് 1-ാമത്തെ ഓർബിറ്റിലേക്ക് വന്നാൽ N1 ഈക്വൽ ടു ആരാ? 1. N2 ഈക്വൽ ടു ആരാ? 3 ആണ്. 4-ാമത്തെ ഓർബിറ്റിൽ നിന്ന് 2-ാമത്തെ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ചാടി. അങ്ങനെയാണെങ്കിൽ N1 ആരാ? 2 ആണ്. N2 ആരാ? 4 ആണ്. 5-ാമത്തെ ഓർബിറ്റിൽ നിന്ന് 3-ാമത്തെ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ചാടി. N1 ആരാ? 3 ആണ്. N2 ആരാ? 5 ആണ്. ഇതെന്താ സംഭവം? ഈ ഇലക്ട്രോണ് ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് താഴോട്ട് വരുമ്പോൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ റേഡിയേഷന് ഒരു വേവ് ലെങ്ത് ഉണ്ടാവും. ആ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണത്. എന്തായിരുന്നു ആ ഇക്വേഷൻ? പറഞ്ഞു നോക്കിയാൽ 1/λ ഈക്വൽ ടു RH ഇൻറ്റു Z² ഇൻറ്റു 1/N1² മൈനസ് 1/N2². ഇതാണ് ഇക്വേഷൻ. ഇനി നമ്മൾ ഇതിന്ന് ഇപ്പം നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടി വരിക? ലാംഡയാണ് കണ്ടുപിടിക്കേണ്ടി വരിക. ആ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. നമ്മൾ എല്ലാവരും സാധാരണ പഠിച്ച് വെക്കുക. നോക്കിയാ, RH വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്നും കൂടി ഓർത്ത് വെച്ചോ. 109677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ 10967700 മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ 10⁻⁷ മീറ്റർ ഇൻവേഴ്സ്. പക്ഷേ ഇത് പഠിക്കുന്നതിനേക്കാൾ നമ്മളിത് എന്തായാലും റെസിപ്രോക്കൽ എടുക്കൂലേ? ആ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നോക്കിയാൽ 1/λ എടുത്തിട്ട് നമ്മൾ ലാംഡയാക്കും. ആ ലാംഡയാക്കുമ്പോൾ ഇവിടെ 1/RH എന്ന് വരൂലേ? വരും. ആ വാല്യൂ പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. അതാണ് നിങ്ങൾക്ക് ആൻസറിൽ ചെയ്യേണ്ടി വരിക. 1/RH വാല്യൂ 912 ആങ്സ്ട്രം ആണ്. എത്രയാണ്? 912 ആങ്സ്ട്രം ആണ് 1/RH വാല്യൂ. ഞാനത് നിങ്ങൾക്കൊന്ന് ചെയ്തു തരാം. എങ്ങനെയാണ് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ 2-ൽ നിന്ന് 1-ലേക്ക് ഒരു ഇലക്ട്രോൺ വന്നു. അപ്പം അവിടെ ഒരു റേഡിയേഷൻ പുറത്തോട്ട് എമിറ്റ് ചെയ്യും. ആ റേഡിയേഷനൊരു വേവ് ലെങ്ത് ഉണ്ടാവും. അത് കണ്ടുപിടിക്കുക വേണ്ടത്. അപ്പം എവിടേക്കാ വന്നത്? 1-ലേക്ക്. അപ്പം N1 ഈക്വൽ ടു ആരാ? 1. എവിടുന്നാ വന്നത്? 2. അപ്പം N2 ആരാ? 2. ഇനി നോക്കി കേട്ടോ, എന്താ ഇക്വേഷൻ? ഇത് ഹൈഡ്രജൻ ആണ്. ഞാൻ പറയുന്നത് ആരാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെതാണെങ്കിൽ Z എത്രയാ? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ചെയ്ത് നോക്കിയാൽ 1/λ ഈക്വൽ ടു RH ഇൻറ്റു Z² 1 ആണ് ഇൻറ്റു 1/1² മൈനസ് 1/2². 1 മൈനസ് 1/4 അതെത്രയാ? 3/4 ആണ്. അപ്പോൾ നിങ്ങൾ അതേ ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് വെക്കുക. RH ഇൻറ്റു 3/4 ആൻസർ കിട്ടുക. ആര്? 1/λ. അങ്ങനെയാണെങ്കിൽ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 4/3 ഇൻറ്റു 1/RH ആണ്. എന്താ ഞാൻ 1/RH വാല്യൂ പറഞ്ഞ്? 912 ആംസ്ട്രോങ് ആണ്. അപ്പോൾ ലാംഡ ഈക്വൽ ടു 4/3 ഇൻറ്റു 912 ആങ്സ്ട്രം എന്നാണ് കിട്ടുക. 4/3 എന്ന് പറഞ്ഞാൽ എത്രയാ? 1.33 അല്ലേ? ഇൻറ്റു 912 ആങ്സ്ട്രം അല്ലേ ആൻസർ വരിക? 1.33 ഇൻറ്റു 1000 ആണെങ്കിൽ 1330 അല്ലേ വരിക? ഇത് ഏകദേശം 1200 ആങ്സ്ട്രമിൻ്റെ അടുത്ത് വരുന്നുണ്ടാവും. ഇതാണ് നമ്മൾ RH വാല്യൂ പഠിക്കുന്നതിനേക്കാൾ 1/RH വാല്യൂ പഠിച്ചു വെച്ചാലുള്ള ഉപകാരം. അടുത്ത ക്വസ്റ്റ്യൻ, അത് ചെയ്ത് ശീലിക്കണം കേട്ടോ.
നമ്മൾ 4th ഓർബിറ്റിൽ നിന്ന് വേണ്ട ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റാം. 3rd എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് 2nd എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വന്നു. അങ്ങനെ വന്നാൽ താഴോട്ടല്ലേ വരുന്നത്? ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഒരു വേവ് ലെങ്ത് ഉണ്ടാവും, അത് കാണണം. അതാണ് പരിപാടി. അങ്ങനെയാണെങ്കിൽ നോക്കിയാ, 3rd എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടേക്കല്ലേ വന്നത്. 2nd എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതേതാ? n1 = 3 ആണ്. 3rd എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n2 = 4 ആണ്. അപ്പോൾ 4ൽ നിന്ന് 3ലേക്കാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ 1/λ = ഹൈഡ്രജൻ ആണ്. RH × Z വേണ്ട. ഹീലിയം ആണെങ്കിൽ ആ Z അവിടെ ഇട്ട് കൊടുക്കേണ്ടി വരും. 1/n1² ആരാ? 1/9 മൈനസ് 1/n2² ആരാ? 1/16. ഇതല്ലേ വരിക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1/λ = RH × 16 - 9 എത്രയാ വരിക? 7/9 × 16. അങ്ങനെയാണെങ്കിൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ വരിക? λ = 9 × 16 / 7 × 1/RH വാല്യൂ എത്രയാ? 912 ആങ്സ്ട്രം ആണ്. ഇതാണ്. ഇനി നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളാണ്, അത് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഏറ്റവും എളുപ്പ വഴി. അതാണ് 1/RH വാല്യൂ പഠിക്കേണ്ടുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് കേട്ടോ. അപ്പോൾ ലാംഡ കാണാൻ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ബോർഡ് എക്സാമിനും ഉണ്ടാവും. ആ ഇക്വേഷൻ ഒന്നും കൂടെ ഓർത്ത് വെച്ച് നോക്കിയാൽ 1/λ. ചിലപ്പോൾ 1/λക്ക് പകരം എന്ത് കാണും? ന്യൂ ബാർ = 1/λ = RH × ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണെങ്കിൽ Z² × 1/n1² മൈനസ് 1/n2². ഇതാണ് റിഡ്ബർഗ് ഫോർമുല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. ഒരു കൂട്ടം വേവ് ലെങ്ത്തുകളെ അതിനെയാണ് നമ്മൾ ലൈമാൻ സീരീസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ലൈമാൻ സീരീസ്. അപ്പോൾ ഓരോ വേവ് ലെങ്ത്തുകൾ നിങ്ങൾ പറയുമ്പോൾ ആ ഒരു ഐഡിയ മനസ്സിലാവും. അടുത്ത് ഞാൻ പറയുമ്പോൾ എല്ലാം വന്ന് വീഴുന്നത് എങ്ങോട്ടായിരിക്കും എന്നറിയോ? 2-ലോട്ടായിരിക്കും. 3ൽ നിന്ന് 2ലേക്ക്, 4ൽ നിന്ന് 2ലേക്ക്, 5ൽ നിന്ന് 2ലേക്ക്, ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ആ ഒരു സീരീസ് ഓഫ് വേവ് ലെങ്ത്തുകളെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും. അപ്പോൾ നോക്കിയാ, ഒന്നാമത്തെ ഈ സീരീസിനെ ലൈമാൻ സീരീസ് എന്ന് വിളിച്ചു. അപ്പോൾ ആ ഒന്നാമത്തെ ഒരു ടൈപ്പിന്റെ പ്രത്യേകത എന്താ അറിയോ? ഒന്നാമത്തെ ടൈപ്പിന്റെ പേര് ലൈമാൻ സീരീസ് ആണ്. ആരാണ്? ലൈമാൻ സീരീസ്. രണ്ടാമത്തത് ബാമർ സീരീസ് ആണ്. ആരാണ്? ബാമർ സീരീസ്. അടുത്തത് നോക്കൂ, മൂന്നാമത്തതാണ്. ഓരോ സീരീസുകളുടെ അതിൻ്റെ ഓരോ വ്യത്യാസങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് പേര് നോക്കാം. ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, അതേപോലെ തന്നെ പാഷൻ സീരീസ് മൂന്നാമത്തത്. നാലാമത്തതാണ് ബ്രാക്കറ്റ് സീരീസ്. ഇതൊക്കെ ഓരോ സയന്റിസ്റ്റുകളുടെ പേരുകളാണ് കേട്ടോ. അഞ്ചാമത്തതാണ് ഫണ്ട് സീരീസ്. നോക്കൂ, എന്താണ് ഈ സീരീസുകളുടെ പ്രത്യേകത? ലൈമാൻ സീരീസിൽ ഇലക്ട്രോൺ വന്ന് ചാടുന്നത് ഫസ്റ്റ് ഓർബിറ്റിലേക്കാണ്. എന്ന് പറഞ്ഞാൽ n1 = ആരാ? 1 ആണ്. അടുത്തത് ഏതിൽ നിന്നൊക്കെയാ വരിക? n2 = 2, 3, 4, 5, etc. ബാമർ സീരീസിൽ n1 എന്ന് പറയുന്നത് എവിടേക്കാ വന്ന് വരുന്നത്? 2ലേക്കാ വരുന്നത്. എവിടുന്നൊക്കെയാ വരുന്നത്? 3, 4, 5, etc. പാഷൻ സീരീസിൽ നോക്കിയാ, പാഷൻ സീരീസിൽ
n1 ഈക്വൽ ടു എത്രയാ 3 ആണ്. n2 ഈക്വൽ ടു ആരാ 4, 5, 6, എക്സെട്ര. അതേപോലെ ബ്രാക്കറ്റിലാണെങ്കിലോ n1 ഈക്വൽ ടു 4 ആണ്, n2 ഈക്വൽ ടു 5, 6, 7, എക്സെട്ര. അതേപോലെ ഫണ്ട് സീരീസിലോ n1 ഈക്വൽ ടു 5, n2 ഈക്വൽ ടു 6, 7, 8, എക്സെട്ര. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓരോ സീരീസിലെയും ഇലക്ട്രോൺ എവിടെയാണ് വന്ന് പതിക്കുന്നത്, എവിടുന്നാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അത് ഒന്നൊന്നും ഇങ്ങനെ കൂടി വരിക ചെയ്യുന്നത്. ഈ പേരുകളാണ് പിന്നെ അറിയേണ്ടത്. ഏതൊക്കെയാ? ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. എൽ, ബി, പി, ബി, പി ഈ സീരീസുകളാണ് വരുന്നത് അല്ലേ. എൽ, ബി, പി, ബി, പി ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. 5 സീരീസുകൾ പഠിച്ചു വെക്കുക. എൽ, ബി, പി, ബി, പി. ഇതില് ഇങ്ങനെ വരുന്ന ലൈമാൻ സീരീസിലെ വേവ് ലെങ്ത്തുകൾ കണ്ടു കഴിഞ്ഞാൽ ആ വേവ് ലെങ്ത്തുകളുടെ ഓർഡർ വരുന്നത്, പണ്ട് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചിരുന്നില്ലേ, ആ സ്പെക്ട്രത്തിൽ വേവ് ലെങ്ത്തിന്റെ റേഞ്ച് പറഞ്ഞിരുന്നല്ലോ. ആ റേഞ്ചിൽ വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷന്റെ വേവ് ലെങ്ത്തിന്റെ റേഞ്ചിലാണ് ലൈമാൻ സീരീസിലെ എല്ലാ വേവ് ലെങ്ത്തുകളും വരിക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ആര്? ബാമർ സീരീസ്. ബാമർ സീരീസിന്റെ പ്രത്യേകത, ബാമർ സീരീസിലെ എല്ലാ വേവ് ലെങ്ത്തുകളും വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത്തിന്റെ ഓർഡറിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. വിസിബിൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ ആ വേവ് ലെങ്ത് എന്തായാലും പഠിച്ചു വെക്കണം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. 400 നാനോമീറ്റർ ടു 700 അല്ലെങ്കിൽ 750 നാനോമീറ്റർ ആ റേഞ്ചിലായിരിക്കും ബാമർ സീരീസിലെ എല്ലാ വേവ് ലെങ്ത്തുകളും വരുന്നുണ്ടാവുക. പാഷൻ സീരീസിൽ വരുന്ന എല്ലാ വേവ് ലെങ്ത്തുകളും നോക്കിയാ ഇൻഫ്രാറെഡ് റീജിയനിൽ വരുന്ന വേവ് ലെങ്ത്തുകളുടെ ഓർഡറിലായിരിക്കും. അവിടുന്ന് അങ്ങോട്ട് വരുന്ന എല്ലാ വേവ് ലെങ്ത്തുകളും ഫാർ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത്തുകളുടെ ഓർഡറിലായിരിക്കും. അപ്പോൾ ലൈമാൻ ആരാ? അൾട്രാ വയലറ്റ് ആണ്. ബാമർ ആരാ? വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത്തിന്റെ ഓർഡറിലാണ് വരിക. ബാക്കിയുള്ളത് IR ഫാർ ഇൻഫ്രാറെഡ് റീജിയനിലാണ് ഇലക്ട്രോണ് താഴോട്ട് വരുമ്പോഴുള്ള വേവ് ലെങ്ത്തിന്റെ ഓർഡറുകൾ വരിക. അപ്പോൾ ഈ സ്പെക്ട്രൽ സീരീസ് എന്ന് അതിന് പറയാം. എന്താ പറയാ? സ്പെക്ട്രൽ സീരീസ്. ഇതിൻ്റെ ഓരോ പേരുകളും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇനി നോക്കിയാൽ മറ്റൊരു കാര്യം കൂടെ, ഇങ്ങനെ നമുക്ക് ഒന്നിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു നമുക്കറിയാം 3 എന്ന എനർജി ലെവലിൽ നിന്ന് 2ലേക്ക് വരാം, 1ലേക്കും വരാം. അങ്ങനെ എത്ര ലൈനുകൾ ഫോം ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ നോക്കിയാ എന്താ ക്വസ്റ്റ്യൻ? എനിക്ക് 4ൽ നിന്ന് വേണമെങ്കിൽ 3ലോട്ട് വരാം, 4ൽ നിന്ന് വേണമെങ്കിൽ 2ലോട്ട് വരാം, 4ൽ നിന്ന് വേണമെങ്കിൽ 1ലോട്ട് വരാം. അങ്ങനത്തെ എത്ര ലൈനുകൾ ഉണ്ടാവും? നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണണം. ആര് കാണണം? നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണാനാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2 വാല്യൂകൾ തരണം. ആരാണ് n1, ആരാണ് n2 എന്ന് തരണം. എവിടുന്ന് എങ്ങോട്ടാണ് എന്നുള്ളത്. എത്ര സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുമ്പോൾ n1 തരണം, n2 കാണണം, n2 തരണം. എന്നിട്ട് നമ്മളോട് ചോദ്യം എന്താണ്? നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണാൻ പറയുമ്പോൾ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഈക്വൽ ടു കാണാനുള്ള ഇക്വേഷൻ n2 മൈനസ് n1 ഇൻറ്റു n2 മൈനസ് n1 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണാനുള്ള ഇക്വേഷൻ. ഇതെങ്ങനെയാണ് വന്നത് എന്നൊക്കെ നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കണം മാത്സിൽ. എന്നാലാണ് അത് നമ്മൾക്ക് കിട്ടുക. തൽക്കാലം നമുക്ക് ഈ ചാപ്റ്ററിൽ ആ ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പം നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n2 മൈനസ് n1 ഇൻറ്റു n2 മൈനസ് n1 പ്ലസ് 1/2. ഞാനൊരു എക്സാമ്പിൾ പറയാം. നോക്കിയാ 4ൽ നിന്ന്
2ലേക്ക് വന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണണമെങ്കിൽ n1 ആരാ? n1 2 ആണ്, n2 ആരാ? 4 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഈക്വൽ ടു n2 മൈനസ് n1. 4 മൈനസ് 2 എത്രയാ? 2 ഇൻറ്റു 4 മൈനസ് 2 പ്ലസ് 1. അപ്പോൾ 2 ഇൻറ്റു 3 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എത്രയാ? 3 ആണ്. നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? അത് n2 മൈനസ് n1 ഇൻറ്റു n2 മൈനസ് n1 പ്ലസ് 1 ബൈ 2 ആണ്. ഇനി ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്കാണെങ്കിൽ, അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ n2നെ ഞാൻ n എന്ന് വിളിച്ചു, n1നെ ഞാൻ 1 എന്ന് വിളിച്ചു. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അവിടേക്കാണ് വരുന്നതെങ്കിൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണാൻ n2 മൈനസ് n1 n മൈനസ് 1 ഇൻറ്റു n2 മൈനസ് n1 പ്ലസ് 1 ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? n ഇൻറ്റു n മൈനസ് 1 ബൈ 2. ഗ്രൗണ്ട് സ്റ്റേറ്റിൽക്കാണ് വന്നതെങ്കിൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു n മൈനസ് 1 ബൈ 2 ആയിരിക്കും. അപ്പോൾ സ്പെക്ട്രൽ ലൈൻസിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഒന്നാരായിരുന്നു? n2 മൈനസ് n1 ഇൻറ്റു n2 മൈനസ് n1 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ കാണെങ്കിലോ n ഇൻറ്റു n മൈനസ് 1 ബൈ 2. ഇതാണ് സ്പെക്ട്രൽ ലൈൻസ് കാണാനുള്ള, നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണാനുള്ള ഇക്വേഷൻ കേട്ടോ.